ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും മനോഹരമായ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് ഹോസ്റ്റലാണ്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവറാണ് ചെയ്യുന്നത്, കാരണം മഴയൊക്കെ കൊണ്ട് ഒന്നും കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ റെക്കോർഡ് ചെയ്തപ്പോൾ. അപ്പോൾ ഇന്ന് റൂമിലൊന്നും ആരുമില്ല. അപ്പോൾ ഞാൻ ചുമ്മാ ബോറടിച്ചിരുന്നപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നല്ലൊരു കാര്യമൊക്കെ എടുക്കാൻ നല്ല രീതിയിലാണ് അങ്ങനെ വ്ളോഗ് എടുക്കണം. അപ്പോൾ അങ്ങനെ വീഡിയോയിൽ പോകാം. റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇപ്പോൾ വാഴത്തോട്ടമൊക്കെയാണ്. അപ്പോൾ ഇന്ന് നീറ്റപ്പോൾ ഒരു ഉച്ചയ്ക്ക്, കാരണം ഇന്ന് പ്രത്യേകിച്ച് ക്ലാസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ വൈകി സിനിമയൊക്കെ കണ്ട് അങ്ങനെ കിടന്ന്. അപ്പോൾ അങ്ങനെ നല്ല മഴയായിരുന്നു, നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയായിരുന്നു. അത് കാരണം ലീവൊക്കെ കിട്ടി. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കണം. ഇതാണ് റൂം, ഇതാണ് എൻ്റെ റൂം വന്നത്. ഇവിടെ ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അപ്പോൾ നാട്ടിൽ പോയേക്കാണ്. ഇവിടെ റൂമിലൊന്നും ആരുമില്ല. അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് റെഡിയായിട്ട് വേണമെന്ന് പോവാൻ. വന്നിട്ട് വേണം കുളിക്കാൻ. നല്ല മഴയുണ്ട്, കുളിക്കാനും മടിയാവണം, ഇനി അലക്കാനും അങ്ങനെ കുറേ പണിയൊക്കെ ഉണ്ട്. അതിനാദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് വരാം. കറണ്ട് പോയി. ഇതാണ് ഞങ്ങളുടെ റൂം വന്നത്. ചാർജർ അതൊക്കെ ചെയ്തൊക്കെ വെച്ചേക്കാണ്. റൂം നല്ല അലങ്കോലോട്ടിരിക്കണ. ഇതൊക്കെ ക്ലീൻ ചെയ്യണം, തുണിയൊക്കെ അലക്കാനുണ്ട്. അങ്ങനെ മൊത്തം പണിയിലാണ്. നല്ല മഴ, പുറത്ത് നല്ല മഴയൊക്കെ. അപ്പോൾ പുറത്ത് പോയിട്ട് ഫുഡൊക്കെ കഴിക്കാൻ പോകണം, പക്ഷേ തണുക്കണോണ്ട് പോകാനും മടിയായിട്ട് നിൽക്കുക. അപ്പോഴത്തെ കുടയൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി. നല്ല മഴ. അയ്യോ, ഇതിൽ അങ്ങോട്ട് നേരെ പോകുമ്പോൾ കാരണം ഫസ്റ്റ് റൈറ്റിൻ്റെ അങ്ങോട്ട് തിരിയുമ്പോഴാണ് എൻ്റെ കോളേജ്. അപ്പോൾ അടുത്ത് തന്നെയാണ് റൂം എടുത്തേക്കണത്. ഞാൻ പി ജിയിലാണ് താമസിക്കുന്നത്. ഇവിടെ നിന്ന് കുറച്ചടക്കണ്ട. അപ്പം ഇന്ന് പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. പുട്ട് കഴിക്കണമെങ്കിൽ കുറച്ചങ്ങാട് നടക്കണം. അവിടുത്തെ ഹോട്ടലേ ഉള്ളൂ, ഇവിടുത്തെ അടുത്ത ഹോട്ടലിൽ പുട്ടൊന്നുമില്ല. അങ്ങനെ ഇനി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. പി ജിയുടെ തൊട്ടടിയിൽ തന്നെ കുറച്ചങ്ങോട്ട് ഞാൻ പറഞ്ഞില്ല, ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ തന്നെ ഒരു ഹോട്ടലുണ്ട്. ഞാൻ അവിടെ നിന്നാണ് മിക്കപ്പോഴും കഴിക്കാറ്. അപ്പോൾ ഇത് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. കുറച്ചങ്ങോട്ട് നടന്ന് വേണം പോവാം, വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നടന്ന് വേണം പോവാൻ. നല്ല മഴയും ഉണ്ട്. ഇപ്പോൾ മഴ കുറഞ്ഞിട്ടുണ്ട്. ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി അങ്ങോട്ട് നടക്കണം. മടിയാണ് നടക്കാതൊക്കെ. നൈസായിട്ട് ചമ്മിപ്പോയി. വൈകുന്നേരം കിട്ടുള്ളൂ. പൊറോട്ട കഴിക്കാമെന്ന് വിചാരിച്ചു. അതൊരു വൈറ്റി കയറുണ്ട്. ഗൈസ്, അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ റൂമിലെത്തിയിട്ടുണ്ട്. രാവിലത്തെ ഉച്ചക്കത്തെ കൂടി ഒരു നേരത്തെ അങ്ങോട്ട് കഴിച്ചാൽ അത് സമാധാനിപ്പിച്ച് പൊറോട്ട കഴിച്ചത്. പുട്ടുണ്ടായിരുന്നില്ല, പുട്ട് കഴിക്കാനാണ് പോയത്. പക്ഷേ നടന്നെത്തിക്കഴിഞ്ഞപ്പോൾ അത് ചൂടെടുക്കണം. മഴയെന്ന് പറഞ്ഞിട്ട് നല്ല ചൂടെടുക്കുന്നുണ്ട്. കറണ്ടും ഇല്ല. കറണ്ട് വന്നാലാണ് ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ. ഫോണിൽ ചാർജും ഇല്ല. തുണി അലക്കണം, ചാർജ് ചെയ്യണം, പിന്നെ പഠിക്കണമെന്നൊക്കെ ഉണ്ട്. നാളെ എക്സാം ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ ഇനി ചാർജൊക്കെ ചെയ്യണം. എന്നിട്ട് വേണം ഇനി ബാക്കിയുള്ള വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വ്ളോഗ് എടുക്കാനൊന്നും ഇല്ല ഹോസ്റ്റലിൽ, കാരണം പുറത്തോട്ട് അങ്ങനെ പോകണമെന്നില്ല. റൂമിൽ തന്നെ ആയിരിക്കും ഫുൾ ടൈം. അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ നിങ്ങൾ ഹോസ്റ്റൽ ലൈഫിൽ ഇത് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബേഴ്സ് കൂടിയാലല്ലേ എനിക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 10 സബ്സ്ക്രൈബേഴ്സ് കൂടി അയക്കുന്ന 1000 അത് വലിയ അച്ചീവ്മെൻ്റ് ആണല്ലോ തുടക്കക്കാർക്ക്. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അപ്പം ഇനി ഈ ആഴ്ച എക്സാം കഴിയും, തിങ്കളാഴ്ച കഴിയും എക്സാം. അത് ഇനിയിപ്പോൾ ഇനി നാട്ടിലേക്ക് ഒന്ന് പോകാൻ. അല്ലാത്തപ്പോൾ എല്ലാ വീക്കെൻഡും വെള്ളിയാഴ്ച നാട്ടിൽ പോകുന്നത്, സ്വിഗ്ഗിയൊക്കെ ഓടാൻ പോകുന്നത് പാർട്ട് ടൈം ആയിട്ടൊക്കെ, പോക്കറ്റ് മണിക്ക് വേണ്ടിയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കണം. പിന്നെ എന്തിനി റൂമിൽ വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുക. അപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തൊന്നും ആരുമില്ല. അങ്ങനെയൊക്കെ തന്നെ. ഇനി രാത്രി ഫുഡ് കഴിക്കാൻ പോകണം, തുണി അലക്കാനുണ്ട്, അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉള്ളൂ. പിന്നെ അതൊക്കെ കാണിച്ചിട്ട് വീഡിയോ നോക്കി എന്ത് ചെയ്യാം. കാഴ്ച അങ്ങനത്തെ കറണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അലക്കാനും ചാർജ് ചെയ്യാനൊക്കെ ഉള്ള പരിപാടിയൊക്കെ ചെയ്യാം. അങ്ങനെ വെറുതെ കുറച്ചായിട്ട് ഇരിക്കാൻ ചാർജ് ഉണ്ടായില്ല ഫോണിൽ. അപ്പം ഇത്രയും തുണി അലക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഇട്ടിട്ട് വരാം. തുണിയുണ്ട് അലക്കണം. അപ്പോൾ എന്താ പണിയെന്ന് വെച്ചാൽ വീട്ടിലേക്ക് ആകുമ്പോൾ വാഷിംഗ് മെഷീനിൽ കൊണ്ടിട്ട് അമ്മ അലക്കി തരും, കൊണ്ട് വിരിച്ചിട്ടാൽ മാത്രം മതി. ഇതാകുമ്പോഴാണ് പണിയൊക്കെ എടുക്കണം ഹോസ്റ്റലിലാവുമ്പോൾ. അതാണ് ഒരു ശോകം. ഇതേപോലെ തുണിയൊക്കെ മുക്കിയിട്ടിട്ടുണ്ട് അഴുക്കൊക്കെ പോകാൻ വേണ്ടി. അപ്പോൾ എന്നതൊക്കെയാണെന്ന് വിചാരിച്ചു ഒരാഴ്ചത്തോളം എണ്ണയൊക്കെ തേച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോളം കുളിക്കാൻ. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കണം. ഫോണിപ്പോൾ കറണ്ട് വന്നുകൊണ്ട് ഫോൺ ചാർജ് ചെയ്യാൻ വെച്ചാൽ എനിക്ക് ഫോണും ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ഇനി പ്രത്യേകിച്ച് അങ്ങനെ ഇനി പരിപാടിയൊന്നുമില്ല. പഠിക്കണമെന്ന് തോന്നിയാൽ പഠിക്കണം, പിന്നെ അലക്കാനുണ്ട്, കുളിക്കണം, ഇതൊക്കെ തന്നെ ഉള്ളൊരു പരിപാടി. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീഡിയോ പെൻഡ് ചെയ്യും. അപ്പോൾ എനിക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതനുസരിച്ച് നമുക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല നല്ല ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ വരും. മൈസൂർ ട്രിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വ്ളോഗ് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഗൈസ്, അങ്ങനത്തെ കുളിച്ചൊക്കെ കഴിഞ്ഞ് അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നല്ല മഴയാണ്, പൊക്കത്ത് ചൂട്. അപ്പോൾ മഴയേറ്റവും കാര്യമില്ല, നല്ല ചൂടും എടുക്കണ്ടായിരുന്നു ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ ഹോസ്റ്റലിൽ ഇങ്ങനെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് അങ്ങനെ ഇരിക്കണം. അപ്പോൾ ഇനി കുറച്ചേരം സിനിമയൊക്കെ കാണണം. അങ്ങനെ ഇനി പിറ്റത്തെ ദിവസം ആക്കണം. അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ ഇപ്പോൾ ഹോസ്റ്റൽ ലൈഫിലെ പരിപാടിയൊക്കെ തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് ഇനി വ്ളോഗ് എടുക്കാനും മാത്രം അങ്ങനെയൊന്നുമില്ല, പുറത്തൊന്നും പോകണമെന്നില്ല. അപ്പോൾ അതാണ് വീഡിയോ വെച്ച് ചെയ്യണം. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ്. ഇറ്റ്സ് മീ ഫേബിൻ സൈനിങ് ഔട്ട്.